സ്വന്തമായി ഒരു വീട്, അതിനപ്പുറം ഒരാഗ്രഹവുമില്ലാത്ത 4 മനുഷ്യരുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരത്തെ സന്തോഷിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ വെളിച്ചം വീഴണമെങ്കിൽ ആ ആഗ്രഹം സഫലമാകണം. ലൈവ് പദ്ധതിയിലൂടെ അപേക്ഷിച്ചെങ്കിലും ഊഴമെത്താൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണമെന്നാണ് പഞ്ചായത്തിൻ്റെ മറുപടി. പൊളിഞ്ഞു വീഴാറായ വീടിനുള്ളിൽ മരണത്തെ മുഖാമുഖം നോക്കിയിരിക്കുകയാണ് 4 മനുഷ്യജീവികൾ. ബാലരാമപുരം വടക്കേ വിളയിലെ ഈ ഇടുങ്ങിയ വഴി അവസാനിക്കുന്നത് സന്തോഷിന്റെയും ബിജിമോളുടെയും വീട്ടിലാണ്. തലേന്ന് പെയ്ത മഴ ബാക്കി വെച്ച ചെളി കടന്നു വേണം അവിടെ എത്താൻ. മേൽക്കൂരയും 4 മനുഷ്യരും കഴിയുന്നത് കൊണ്ട് മാത്രം ഇവിടം വീടാണ്. പച്ചക്കട്ടകൾ നനഞ്ഞിളകി തുടങ്ങി. തറയിൽ ചെളി കട്ട പിടിച്ച് നാറുന്നു. മക്കൾ അക്ഷയും ആരതിയും എടുക്കാൻ മറന്നുപോയ നോട്ട് ബുക്കുകൾ വെള്ളം നനഞ്ഞ് ചിതലരിച്ചു. ചേട്ടനിടയ്ക്ക് പണിക്ക് പോയെടുത്ത് ഈ ചാരത്തിൽ നിന്ന് വന്ന് വീഴുന്നു. കാലിന് മുട്ടിന് കീഴോട്ട് കുറച്ച് സ്വാധീനം കുറവായിരുന്നു. ജോലിക്ക് പോകാൻ പറ്റാതെ കുറേ മാസങ്ങളുണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. എന്നാലും ഇപ്പോൾ ഇടയ്ക്ക് കഴിയണ ജോലിക്കൊക്കെ പോകുന്നുള്ളല്ലാതെ പണ്ടത്തെ പോലെ കയറി ഇറങ്ങി അത്രയ്ക്കുള്ള ഇതൊന്നും ഇപ്പോൾ പറ്റില്ല. ഇടിഞ്ഞ് വീഴണമെങ്കിൽ വീഴട്ട്. ഇവിടെയുള്ള അധികൃതരാരും ഇതുവരെ ഒന്നും കണ്ടിട്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ചെയ്യില്ലല്ലോ. വീണെങ്കിൽ വീഴട്ട്. മരിക്കണമെങ്കിൽ 4 പേരും മരിക്കാം. ഇവിടെ തന്നെ കിടക്കാം. അക്ഷയ് ITIയിലും ആരതി ബിരുദ വിദ്യാർത്ഥിയുമാണ്. കഴിഞ്ഞ മഴക്കാലത്ത് വീടാകെ ചോർന്നു. കട്ട ഇളകി വീണു. തലനാരിഴയ്ക്ക് ഒഴിവായ ദുരന്തമോർത്തപ്പോൾ അക്ഷയ് കിതച്ചു. ഒരു ചെറിയ കല്ല് ഇതിൻ്റെ മേളിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ മഴ പെയ്തപ്പോൾ കൊവുന്നു തോന്നുന്നു. അങ്ങനെ വന്ന് എൻ്റെ ദേഹത്ത് വീഴുന്നില്ല, ഷോൾഡറിൻ്റെ ഈ ഭാഗത്തോട്ടായിട്ട് വന്ന് വീഴുന്നായിരുന്നു. അപ്പം എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പഠനത്തിൽ ആരതി മിടുക്കിയാണ്. പലപ്പോഴും വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം കാണില്ല. മഴ പെയ്താൽ മുട്ടറ്റം വെള്ളം പൊങ്ങും. നിവൃത്തികേടിന്റെ വേദനയാണ് ഉള്ളു നിറയെങ്കിലും ജീവിതത്തിന്റെ കരപറ്റിക്കാനോടുന്ന അച്ഛനെയും അമ്മയും ഓർക്കുമ്പോൾ അത് ആരതി മറക്കും. ഫ്രണ്ട്സ് തന്നെ പറയാറുണ്ട്, അപ്പം അവർക്ക് ഓരോ റൂമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ നല്ല ഇത് ഉണ്ടൊക്കെ പറയുമ്പോഴത്തേനും വിഷമമുള്ളിൽ തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു 10th ഫ്രണ്ട്സിന് ഒരു 2-3 പേർക്കൊക്കെ അറിയാം എൻ്റെ വീട് ഇങ്ങനെയാണെന്നറിയാം. ഇപ്പോൾ കോളേജ് ലെവലായിട്ടും ആർക്കും അറിയില്ല. ഇപ്പം പറയാത്തയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എന്നോട് ആരും അങ്ങനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ആരോടും. വിഷമങ്ങളെല്ലാം ഞാൻ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് അവരോടൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര ചിരിച്ച് ഒരു കൂളായിട്ട് നടക്കുന്ന ഒരാളായിട്ട് എൻ്റെ ഒരു ഇത്. അപ്പം എനിക്കെങ്കിലും പഠിക്കണം, എനിക്കും ചേട്ടനെങ്കിലും നല്ലൊരു രീതിയിലോട്ട് എത്തണമെന്നുള്ളതുകൊണ്ട് ഇതൊന്നും ഞാൻ എൻ്റെ ഇതിലോട്ട് എടുക്കാറില്ല. വിഷമം അങ്ങനെ എൻ്റെ ഉള്ളിൽ എടുക്കാറില്ല. ഉള്ളതെല്ലാം മനസ്സിലിങ്ങനെ വെച്ചിട്ട് ഞാൻ പഠിക്കും. എന്നെക്കൊണ്ട് കഴിയുന്ന എത്ര നല്ലോണം പഠിക്കും. ലൈഫിൽ വീടിന് അപേക്ഷിച്ചിരുന്നു. പക്ഷേ പട്ടിക വന്നപ്പോൾ 509 നമ്പർ. ഇതുവരെ ഇവരുടെ വീടിരിക്കുന്ന പള്ളിച്ചൽ പഞ്ചായത്തിൽ ആകെ കിട്ടിയത് 58 പേർക്കാണ്. വലിയ പ്രതീക്ഷയിൽ ആരതി ഭക്ഷ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. ഭയങ്കര ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ഒരു 100% എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ഇത് സാറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് ഉറപ്പിച്ചായിരുന്നു കൊടുത്തത്. പക്ഷേ ഒരു ലെറ്റേഴ്സ് വരുമ്പോഴത്തേനും ആദ്യം പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഇത് എൻ്റെ വീടിന് കിട്ടും, എനിക്കും ഇരുന്ന് സന്തോഷത്തോടെ പഠിക്കാം. പക്ഷെ ലാസ്റ്റ് വന്നത് നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും എന്നൊരു മറുപടിയാണ്. അപ്പോൾ അതോടെ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങ് തളർന്നുപോയി. ചുറ്റും മതിൽ കെട്ടി ആളുകൾ വീട് വെച്ചതോടെയാണ് ഇവരുടെ ദുരിതം തുടങ്ങുന്നത്. മഴ പെയ്താൽ വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്ക്. വാസയോഗ്യമല്ലാതായതോടെ ബന്ധു മറ്റൊരു വാടക വീട് എടുത്തു നൽകി. പക്ഷേ നിത്യവൃത്തി പോലും ബുദ്ധിമുട്ടുന്നവർക്ക് അത് വലിയ ബാധ്യതയാണ്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. മഴ പെയ്താൽ നനയാതെ കയറിയിരിക്കാൻ ഒരു കൂട് വേണം. അത് മാത്രമാണ് സ്വപ്നം. തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. കുതിർന്നു പോകുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിനപ്പുറം കടക്കാൻ അവരെ ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ നന്നായി. സുമനസ്സുകളുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.